ഹലോ. ചേച്ചി എന്നോട് പിണക്കമാണോ? എന്തിന്? ഞാൻ പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം? ഞാനല്ലേ ഇതിനൊക്കെ ഉത്തരവാദി. ചേച്ചി പ്ലീസ്, ചേച്ചിയും കൂടി എന്നെ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ടാ, നിങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ടാ, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വിവാഹം കഴിപ്പിച്ചതും ഇതുപോലെ എല്ലാവരിൽ നിന്നും ഓരോന്ന് മറച്ചു വെച്ച് സമാധാനം ഇല്ലാതെ നടന്നതും. പക്ഷെ നീ എന്നോട് പറയാമായിരുന്ന ഒരു കാര്യം നീ പറഞ്ഞില്ല. ചേച്ചിയോടും സച്ചേട്ടനോടും പറയണമെന്ന് കരുതിയിരുന്നതാ ഞാൻ. പിന്നെ സന്ദീപിനോട് പറഞ്ഞിട്ടാവാന്ന് കരുതി. പക്ഷെ ഒരിക്കലും രക്തബന്ധങ്ങളെ വിശ്വസിക്കരുതെന്ന പാഠം പഠിപ്പിച്ചു തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെ. അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരിനെ നീ എന്തു പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. അതിരെ ഒരമ്മ എന്ന നിലയിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു. ഇപ്പൊ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോയ ഓരോരോ വാക്ക് മതി നീ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ. സന്ദീപിന്റെ മനസ്സ് മാറിയപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി. പിന്നെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഞാനൊന്നും പറയാത്തതാ. അതിന്റെ പേരില് ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കരുത്. ഇനി എന്താ നിന്റെ തീരുമാനം? കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോ. വലിയൊരു പ്രശ്നത്തിന് അവസാനമായിട്ട് ഒരു തീർപ്പുണ്ടാവും. എനിക്ക് സന്ദീപിന്റെ കൂടെ ജീവിക്കണം ചേച്ചി. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായെന്ന് വരും. ഈ അവസ്ഥയിൽ ഇനിയും ഒളിച്ചു കഴിയുന്നതും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, സന്ദീപ് എല്ലാവരോടായിട്ട് എല്ലാം പറഞ്ഞതുകൊണ്ട് ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതാ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാ. അവിടെ അച്ഛനും അമ്മയും അനുപേടനും ഒക്കെ. ഞാൻ കാരണം എല്ലാവരുടെ മനസ്സമാധാനം പോയി ചേച്ചി. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സന്ദീപായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഉടനെ തന്നെ നമുക്കൊരു തീർപ്പുണ്ടാക്കാം. അതുവരെ നീ വെറുതെ ഓരോന്നും പറഞ്ഞ് അവിടെയുള്ളവരെ വിഷമിപ്പിക്കണ്ട. ശരി ചേച്ചി.